എനിക്ക് എന്റെ കുട്ടിയെ കാണണേ. ഈ അമ്മയുടെ ഒരു കാര്യം. മണിക്കുട്ടിയെ മുത്തച്ഛി വിളിക്കണോ? എന്റെ കുട്ടി എപ്പോഴും പഠിക്കുക. കുക്കടി സാഹിബാവാനാ പഠിക്കണത്. എന്റെ കുട്ടി ഇവിടെ ഇരിക്കേ. കുട്ടി വല്ലതും കഴിക്കുവോ? കുട്ടി വല്ലാതെ ക്ഷീണിക്കുന്നു. കഥയോ? എന്റെ കുട്ടിക്ക് മുത്തശ്ശി എന്ത് കഥയാ പറഞ്ഞു തരേണ്ടത്? ഒടിയന്റെ കഥയോ? മുത്തശ്ശിയുടെ മുത്തച്ഛന്റെ കഥ പറഞ്ഞു തന്നാ മതിയോ? മുത്തച്ഛന്റെ കഥയോ? അതെ, ഒടിയൻ. പോത്തിന്റെ രൂപം കൊണ്ട് നടക്കുന്നവനല്ല ഒടിയൻ. യജമാന്മാരുടെ ആജ്ഞയനുസരിച്ച് ജീവിക്കുന്നവനാ ഒടിയൻ. കിട്ടുന്നതാ ശാപവാക്കുകളും തല്ലും. ആനയായും മാനായും പശുവായും വേറെ വേറെ രൂപം കൊണ്ടുവരുന്നവനാ ഒടിയൻ. എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? അമ്മയുടെ ഒരു കാര്യം. ഇതിനാണ് കുട്ടിയെ വിളിച്ചത്. ഒരു ഒടിയന്റെ കഥ. അമ്മ ഒരു കാര്യം ഓർത്തോളൂ. എന്റെ ശങ്കരേട്ടൻ ജയിലില്ല. അതമ്മ മറക്കണ്ട. വരും, എന്റെ മകൻ വരും. കൂരിരുട്ടിൽ കാൽക്കുള്ളമ്പാടെ ചുട്ടണക്കെണ്ണ കാറ്റൊരു നൊടി വേട്ടയാടണതാരിതു പടേ എട്ടു ദിക്കിലും മാമണിയണേ കൂരിരുട്ടിൽ കാൽക്കുള്ളമ്പാടെ ചുട്ടണക്കെണ്ണ കാറ്റൊരു നൊടി വേട്ടയാടണതാരിതു പടേ എട്ടു ദിക്കിലും മാമണിയണേ
എന്താ ഇത്? നേരെ എത്രയായി? ഇതുവരെ വിളക്കൊന്നും വെച്ചില്ലേ? മണിക്കുട്ടി, മണിക്കുട്ടി, എന്താ കുട്ടി? നേരം എത്രയായി? ഇത്ര നേരം വിളക്കൊന്നും വെച്ചിട്ടില്ലേ? മാടത്തറയില് വിളക്ക് വെക്കാൻ എനിക്ക് പേടിയായേട്ടാ. പേടിയാണെങ്കിൽ എന്റെ കുട്ടി അങ്ങോട്ടൊന്നും പോണ്ട കേട്ടോ. ഇനി എന്തെങ്കിലും കണ്ട് പേടിച്ച പിന്നെ അതും മതി. എന്റെ കുട്ടിയുടെ കാര്യം ചെയ്തേ, ഇതുകൊണ്ട് ഉള്ളിൽ വെച്ചേ. എനിക്കുള്ള മിഠായിയൊക്കെ കേട്ടോ. അമ്മേ, ഏട്ടൻ വന്നു. നീ വന്നോ? തുണിയൊന്നും മാറ്റിയില്ല ഇതുവരെ. ഞാനിപ്പോ വന്നേ ഉള്ളൂ അമ്മേ. മണിക്കുട്ടി, ഏട്ടനുള്ള ചായ അമ്മ വീട്ടിൽ പുറത്ത് അടച്ചു വെച്ചിട്ടുണ്ട്, കൊണ്ടു കൊടുക്ക്. ചായ വേണ്ടമ്മേ, ഞാൻ വരുന്ന വഴിക്ക് ആ മൂത്താളുടെ ചായ കൊടുത്തിട്ടാ വന്നു. ഇതാ ഏട്ടാ ചായ. ഞാൻ പറഞ്ഞില്ലേ മണിക്കുട്ടി, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ ചായ കുടിച്ചോ, അല്ലെങ്കിൽ ഉറുമ്പ് പെട്ട ചായ കുടിക്കേണ്ടി വരും. ഇവളുടെ ഒരു കാര്യം ഇങ്ങോട്ട് കൊണ്ടങ്ങനെ. നിനക്ക് വേണോ? അമ്മേ, എന്തിനാടാ പാവം? ഇതാണമ്മേ. നീ പോയ കാര്യം എന്തായി മോനെ? മണിക്കുട്ടി, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയിരുന്നു പഠിച്ചേ. എപ്പോഴും പഠിക്കുക പഠിക്കുക. എന്നെ പഠിപ്പിച്ച് കളക്ടറാക്കാൻ പോവാ ഇവിടുത്തെ ക്ലാസ്. എന്തിനാടാ അതിനെങ്ങനെ ചുണ്ടി പിടിപ്പിക്കണേ? വെറുതെയാണമ്മേ. വക്കീലിനെ കണ്ടോ നീ? മണിക്കുട്ടി, ഞാനൊന്നും കേട്ടില്ലേ. വക്കീൽ എന്താ പറഞ്ഞേ? വക്കീലിനെ കണ്ടു അമ്മേ. അച്ഛൻ നിരപരാധിയാണമ്മേ. അമ്മേ, അച്ഛനെ ജാമ്യത്തിലിറക്കും നാളെ തന്നെ. അതിനു മുമ്പ് എനിക്ക് ചിലരെ കാണാനുണ്ടമ്മേ. അതറിയടാ. ആ കേശവൻ നായരുടെ കാര്യസ്ഥൻ ചന്ദ്രനെ. അവനാണമ്മേ നമ്മുടെ അച്ഛനെതിരെ പോലീസിൽ മൊഴി കൊടുത്തത്. എന്റെ ഈശ്വരാ, പൊടിമരുന്നുണ്ടാക്കാൻ വേണ്ടി ഗർഭിണിയായ സാവിത്രി കുട്ടിയെ നമ്മുടെ അച്ഛൻ കൊന്നുവെന്നാണ് അവൻ പറഞ്ഞത്. അത് കേട്ട നാട്ടുകാരും അത് വിശ്വസിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിക്കാം? നമ്മൾ എന്ത് പാവാട ചെയ്ത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബലാത്സംഗം നടന്നിട്ടുണ്ടത്രേ അമ്മേ. അവയവങ്ങൾക്കൊന്നും ഒരു കേടും പറ്റിയിട്ടില്ലത്രേ. അമ്മ സമാധാനായിട്ടിരിക്കും. നമ്മുടെ അച്ഛൻ ഒന്നും സംഭവിക്കില്ല. അതൊക്കെ പോട്ടെ, മുത്തശ്ശി എവിടെ പോയി? ഞാനത് പറയാൻ മറന്നു. അമ്മായിയും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. അവര് കൂട്ടിയിട്ട് പോയി. 2 ദിവസം കഴിഞ്ഞാ കൊടുന്നാക്കാന്നാ പറഞ്ഞു. അതെന്തായാലും നന്നായി. അവരുടെ വിഷമം കാണണ്ടല്ലോ. എത്രയായാലും പെറ്റ വയറല്ലേ. അവർക്ക് വിഷമമില്ലാതിരിക്കുവോ? അതൊക്കെ ശരിയാടാ. അമ്മേ, ഉച്ചയ്ക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. എന്നാ എന്റെ മോൻ വാ, അമ്മ ചോറ് വിളമ്പിത്തരാം. ശരി അമ്മേ.
പറഞ്ഞോ? പിന്നെ ശങ്കരനെ കൂട്ടിയതേ ഞാനാ. ഏത് ശങ്കരനാടാ? പുതിയ ശങ്കരന. പുതിയതോ? അവനിനെ പുറം ലോകം കാണില്ല. പുറം ലോകം കാണില്ല. അതിന് അവൻ എന്ത് ദ്രോഹമാണ് എനിക്ക് ചെയ്തത്? നീ കെട്ടാ ബസ് പെണ്ണിനെ അവൻ കെട്ടിയതോ? കെട്ടിയതോടാ. അതിന് അവിടെ അവൻ്റെ കൂടെ ഒളിച്ചു വേണ്ടിയിരുന്നതാ. ഒളിച്ചോളി പോയതാ. അവളെ ഒടിവിദ്യ കാട്ടി മയക്കിയതാ. അവൻ ഒടിവിദ്യ കാട്ടി മയക്കിയതാ. അവൾക്ക് എന്നെ എന്തിനാ ഇഷ്ടം കിട്ടണ? കരി എന്തുവാ നീയേ? എന്റെ കരലായിരുന്നതാ അവളെ കരള്. നീ കരഞ്ഞ എന്നെ വിട്ട് പോയടാ അവള്. എന്നെ വിട്ട് പോയടാ കിട്ടണ. വിഷമിക്കുന്നതാ വിഷമിക്കുന്നതാ. നീ ഇത് പറഞ്ഞിവിടെ ഇരുന്നോ? അവളെ രണ്ട് കുട്ടികളുടെ തള്ളയാണ്.
പതിവ് ഞാൻ മറക്കാനോ? അതെ, മണിക്കുട്ടി എവിടെ അമ്മേ? ആ, അവളോ ഇന്നലെ ഒരു പാതര നേരായിണ്ട് മുത്തശ്ശിയും കുട്ടി കഥ പറച്ചിലും കഴിഞ്ഞ് കിടന്നിട്ട്. ഇനിയിപ്പ എപ്പ എണീക്കും എന്തോ. ഈ മുത്തശ്ശി പിന്നെ പിന്നെ ആ കുട്ടീനെ വല്ലാതെ വഷളാക്കണട്ടമ്മേ. എന്ത് പറയാനാ മോനെ, എന്റെ കുട്ടി എന്നെ പോവാൻ നോക്ക്. ആ പിന്നെ അമ്മേ, അച്ഛൻ വന്ന അമ്മ പറയണം ഈ ഒടിപ്പണിക്കൊന്നും പോകരുതെന്ന്. എനിക്കിപ്പോ ഒരു വരുമാനമൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് ജീവിക്കാൻ. അതൊക്കെ ഞാൻ പറയാടാ. ഈ ഒടിയന്റെ മകനെന്നുള്ള വിളി കേട്ട് കേട്ട് മടുത്തമ്മേ. അച്ഛന് ഇഷ്ടണ്ടായിട്ടല്ല മോനെ ഒടിപ്പണിക്ക് പോണത്. അച്ഛനത് ഉപേക്ഷിക്കാൻ കുറെ ശ്രമിച്ചതാ. ഒടിയനല്ലേ, എല്ലാവർക്കും പേടിയാ. ആര് പണി തരാനാ? നിനക്കറിയോ, ഒരു ദിവസം രാഗമൂട്ടായിട്ട് തോട്ടക്കാവലും കഴിഞ്ഞ് അച്ഛൻ വരുമ്പോ ഈഴളന്മാരുടെ കൂരകളിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന തമ്പ്രാക്കളെയാ കണ്ടത്. ഒടിവേഷത്തിൽ അച്ഛനെ കണ്ടതും അവരവിടുന്ന് ഓടിപ്പോയി. പിന്നീട് ഒരിക്കലും അവരാ വഴിക്ക് വന്നിട്ടില്ല. അമ്മേ, ഞാൻ അച്ഛനെ കുറ്റം പറഞ്ഞതല്ല അമ്മേ. അമ്മയെ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആരച്ഛനെ കുറ്റം പറഞ്ഞാലും എന്റെ മോൻ പറയരുത്. കീഴാളന്മാരുടെ കൂരകളിൽ തമ്പ്രാക്കളെ പേടിച്ച് പെണ്ണുങ്ങൾക്ക് അന്തി ഉറങ്ങാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നു. അന്ന് അവരുടെ എല്ലാം രക്ഷകനായിരുന്നു നിന്റെ അച്ഛൻ. അമ്മേ, അമ്മ സമാധാനിക്കമ്മേ. ഞാനില്ലേ, ഞാൻ പോയിട്ട് അച്ഛനെ കൂട്ടിയിട്ട് വരാം. അമ്മ സമാധാനായിട്ടിരിക്കമ്മേ. എന്റെ മോൻ പോവാൻ നോക്ക്. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി, ഞാൻ പോയിട്ട് വരാമേ. ആ മോനെ, പോകുമ്പോ വാസുവേട്ടനെ കൂടി വിളിച്ചോ. നീ ഒറ്റയ്ക്ക് പോണ്ട. ശരി അമ്മേ. കിളിക്കുഞ്ചലോടിക്കൂടും കളിക്കൂട്ടുകാരൻ നീയും ഒളിക്കുന്നതെന്താണ് വീണ്ടും എന്നെ വിളിക്കുന്നതെന്താണ്
കിളിക്കൊഞ്ചലോടിക്കൂടും കളിക്കൂട്ടുകാരൻ നീയോ. മഴക്കാറു കാണും നേരം പുഴത്താളമോടെ ഞാനും ചിലമ്പുന്ന കാളിന്തി പെണ്ണ് മാറിക്കൊള്ളാൻ തുളുമ്പുന്നൊരമ്പാടി പെണ്ണ്. മഴക്കാറ് കാണും നേരം പുഴത്താളമോടെ ഞാനും ചിലമ്പുന്ന കാളിന്തി പെണ്ണ് മാറിക്കൊള്ളാൻ തുളുമ്പുന്നൊരമ്പാടി പെണ്ണ്. പുലർക്കാലമായാൽ പിന്നെ മയിൽ പീലി ചൂടും നിന്നെ കുയിൽ പാട്ടിലൂടെ തേടുന്നേ. എന്റെ പൊന്നെ വെയിൽ കാഞ്ഞിരുന്നു ഞാൻ താനേ. കിളിക്കൊഞ്ചലോടെ കൂടും കളിക്കൂട്ടുകാരൻ നീയും. ഒളിക്കുന്നതെന്താണ് വീണ്ടും എന്നെ വിളിക്കുന്നതെന്താണ്. തനിച്ചൊന്നു കാണാനെന്നും പനിച്ചൊന്നു പോയൻ മോഹം മനം കണ്ണിലേക്കും തീയാണ്. തീർത്ഥമാകാൻ എനിക്കു നീ അല്ലാതാരാണ്. കിളിക്കൊഞ്ചലോടി കൂടും കളിക്കൂട്ടുകാരൻ നീയോ. ചേച്ചിയോ എന്താ നീ ഇവിടെ ഇരിക്കേ. അല്ല പൊന്നി, നീ എന്തൊക്കെ പണിക്ക് വരാത്തത്? എനിക്ക് തീരെ വയ്യാത്ത ചേച്ചി, തലയിട്ടിലാണ്. അതിപ്പോ പോട്ടെ, പാടൊക്കെ വിളഞ്ഞു കിടക്കണു. ആ കേശമൂത്തരുടെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? നല്ലപോലെ അറിയാം. ആളൊരു കോഴിയാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ദേഷ്യം വന്ന ഭയങ്കരനാ. അത് ശരിയാ. ആ, അത് മറക്കണ്ട. നാളെ പണിക്ക് വന്നോ? അതൊക്കെ പോട്ടെ, ചന്ദ്രേട്ടൻ വന്നു പറഞ്ഞു. എപ്പോഴാ വന്നേ? അവര് ഇന്നലെ വന്നു ചേച്ചി. അല്ല, പോലീസുകാർ ഉപദ്രവിച്ചാവോ അല്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. അവരറ്റെ എന്നോട് ഒരു കാര്യം പറഞ്ഞില്ല. എന്ത് ചെയ്യാനാ? പോട്ടെ, നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. എന്നാ വരുന്നുണ്ട് അമ്മ. ഇനി തുടങ്ങായി പുരാണം. ഇന്നലെ ഒരു കഥ പറഞ്ഞു കൊടുത്തതാ മണിക്കുട്ടിക്ക്. ഈ നേരം വരെ എണീറ്റിട്ടില്ല. നല്ല പനിയാ. എന്നാ ഞാൻ പോക്കോട്ടെ. ചേച്ചി എന്നാ പോവാൻ നോക്ക്. ഞാനാ തങ്കമ്മ, കൃഷ്ണന്റെ പെണ്ണേ. ഓ തങ്കോ ഞാൻ പോട്ടെ. ആ
എന്താ മൂത്താരി സന്ധ്യ നേരത്ത്? അങ്ങനെ പറയുന്നത് സന്ധ്യാസമയത്തല്ലേ നമ്മുടെ യാത്ര. ആട്ടെ ചക്കരയില്ലേ ഇവിടെ? ഇല്ല, അവര് കടയിൽ പോയതാ. ഹായ്. എന്താ? ഒന്നുമില്ല, ഞാൻ കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞതാ. നിന്നെ കണ്ടപ്പോ എനിക്ക് വല്ലാത്ത ദാഹം. മൂത്താരി ഞങ്ങളുടെ കുടിയിലത്തെ വെള്ളമൊക്കെ കുടിക്കോ? എന്താ കുട്ടി അങ്ങനെ പറയണ? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. മനസ്സറിഞ്ഞ് ആര് തന്നാലും ഞാൻ കുടിക്കും. ഇനിയിപ്പോ വെള്ളമാണെങ്കിലും അല്ല, നിന്റെ മോന് പണി വലുതായോ? അവന് ചെറിയൊരു പണി ഉണ്ട്. അതിലെ മുറുക്കാൻ മതി അച്ചമ്മയ്ക്ക് കൊടുത്തിട്ടോ. ആരെ മൂത്താരോ? എന്താ ഈ സമയത്ത്? നിന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച. അതിന് ഒരാളെ പറഞ്ഞു വിട്ടാ ഞാൻ അങ്ങോട്ട് വരില്ലേ മൂത്താരെ? അതിനൊരു ആട് വേണ്ടേ? ഞാൻ തന്നെ ഇങ്ങോട്ട് പോന്നു. മൂത്താര് വന്നിട്ട് കുടിക്കാൻ എന്തേലും കിട്ടിയോ? അവിടെ ഒരു തുണി വെള്ളം പോലെ ആട് തന്നില്ല. പൊന്നിയെ, മൂത്താരിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം എടുക്ക. ആട്ടെ, നീ ഇവിടെ വന്നത് പൊന്നി ഇവിടെ കൊയ്യാൻ വന്നപ്പോ കൃഷ്ണന്റെ പെണ്ണ് കൊയ്യാൻ വന്ന് പറഞ്ഞു. അപ്പൊ നിന്നെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. മൂത്താര് വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അത് ചങ്കര, നമ്മുടെ പാടവകത്തെ വളപ്പില് കള്ളന്മാരുടെ ശല്യം കൂടുതലാ. നീയുള്ളപ്പോ ഇപ്പൊ തേങ്ങയൊന്നും കിട്ടാറില്ലേ? പണ്ട് നീ നോക്കിയ സമയത്ത് എല്ലാം നന്നായിട്ട് കൊണ്ടിരുന്ന. അപ്പൊ നിന്നെ അത് ഏൽപ്പിക്ക എന്ന് വിചാരിച്ച. അത് വേണ്ട മൂത്താരെ, ഞാൻ ഈ ഒടിപ്പണിയൊക്കെ നിർത്തി. കേട്ടില്ലേ? ഇവിടെ ആർക്കും അതൊന്നും ഇഷ്ടമല്ല മൂത്താരെ. അല്ല ശങ്കര, നിന്നെ ചതിച്ചത് ചന്ദ്രനാ. അവനാണ് സാവത്തെ കൊന്നത്. അത് നിന്നെ തലയിൽ കെട്ടിവെച്ചത് അവനാ. അതിന് ഞാൻ എന്ത് ദ്രോഹം മൂത്താരെ ചന്ദ്രന് ചെയ്തത്? അവന്റെ പെണ്ണിന് നീ കെട്ടിയില്ലേ? അതെന്നെ ദ്രോഹം. നീ ഇവിടെ അവനും അവന്റെ കൂട്ടുകാരും ചെന്നത് പാലവക്കത്തെ പറമ്പിലേ ചാരാൻ മാറ്റുന്നത്. നീ ഇവിടെ നടക്കോ? നടക്കില്ല. അല്ല, അവൻ ചത്തിട്ട് അതിനൊരു കുറവും ഉണ്ടായിട്ടില്ല. അതിന് ചന്ദ്രൻ മരിച്ചോ മൂത്താരെ? നീ അറിയില്ലേ? ചന്ദ്രൻ മരിച്ചു. അവരെ ഈ വണ്ടി തട്ടിയതാ. നിന്റെ മോനാണ് ശവം ആദ്യം കണ്ടതും പോലീസ് അറിയിച്ചതും. അല്ല, അവൻ ചാവേണ്ടവൻ തന്നെയാണ്. എന്നോട് ആരും
അറിയില്ല. ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. അത് കഷ്ടായി. എന്റെ ഒരു ഉറപ്പ് കിട്ടിയാൽ എനിക്ക് പോകായിരുന്നു. മൂത്താർ ഈ സന്ധ്യാ നേരത്ത് ഇവിടം വരെ വന്ന് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെ ഞാൻ പറ്റില്ല എന്ന് പറയാ. അതുകൊണ്ട് ഈ അടിപ്പണിയും കൂടി ഞാൻ ചെയ്യും, മൂത്താർക്ക് വേണ്ടി. അതാ എനിക്ക് വിശ്വസിക്കാനല്ലേ. മൂത്താര് ധൈര്യമായിട്ട് പൊക്കോ. ഇതേ ശങ്കരന്റെ വാക്കല്ല, ഒടിയന്റെ വാക്കോ. ഒടിയന്റെ വാക്ക്. അല്ല, നേരെ ഒരുപാടായില്ലേ കൂട്ടാരെ? ഞാൻ കൊണ്ടുവിടണോ? വേണ്ട വേണ്ട, ഈ റെയിൽ മുറിച്ച് കിടന്നാൽ എന്റെ വീടായില്ലേ, ഞാൻ പോക്കോളാം. മൂത്താര് സൂക്ഷിക്കണം. ഈ വഴി കൂടെയൊക്കെ എത്ര നടന്നിട്ടുള്ളതാ ഞാൻ. ഒന്നേ നീ ഒറ്റയ്ക്കാവുമല്ലോ. മൂത്താര് വെക്കോ, അത് ഞാൻ നോക്കിക്കോളാം.
കണ്ണും മൂക്കൊന്നുമില്ലല്ലോ കൃഷ്ണ. നമ്മളല്ലേ സൂക്ഷിക്കേണ്ടത്. അതല്ലേ ശങ്കര, കൂട്ടുകാരിങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടതായിരുന്നു. അയാള് നിന്നെ ചതിക്കുകയായിരുന്നു ശങ്കര. സാവിത്രി കുട്ടിയെ കൊന്നത് അയാളാണ്. ആ കൊലയാണ് നിന്റെ തലയിൽ കെട്ടിവെച്ചത്. അതിന് നമ്മുടെ ചന്ദ്രനെ കൂട്ടായിരുന്നു. ചന്ദ്രനും അല്ല ശങ്കര, വിഷ്ണു എവിടെ? അവന് ഞാൻ വരുന്ന വഴിക്ക് പേടിക്കില്ലേ? അവനോ ഇത് കണ്ട് പേടിക്കാനോ? അപ്പോ ഇരുട്ടിനെ പകലാക്കുന്നവനാണ് ഒടിയൻ. ആ ഒടിയന്റെ മകനാണ് അവൻ. അവൻ ഇത് കണ്ട് പേടിക്കാനോ? അവനെ കണ്ട് നീ പേടിക്കാതിരുന്നാൽ മതി. അപ്പോ കൂട്ടുകാര് മരിച്ചത് മരിച്ചതല്ലോ, കൊന്നതല്ലേ. കൊന്നത് കൊന്നതോ? ആരാ കൊന്ന്? എന്നെ ചതിച്ചവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റോ കൃഷ്ണ? അപ്പോ ചന്ദ്രനോ? ചന്ദ്രൻ ചെയ്യാത്ത കുറ്റം എന്റെ തലയിൽ കെട്ടിവെച്ചതും ജയിലിൽ കിടന്നതും അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റും കൃഷ്ണ? അപ്പോ ആരാ കൊന്ന്? ആരാ? ഓടിയേ ഓടിയേ. ഓടിയനോ? അതിന് നീ ജയിലിലായിരുന്നു ശങ്കര. ജയിലില് നിനക്ക് വിശ്വാസാവണില്ലേ കൃഷ്ണ? നിനക്ക് നിനക്ക് കാണണോ? നിനക്ക് കാണണോ? നിനക്ക് കാണണോ? എങ്കിൽ